ഗ്രീൻ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിള്ളേരെ സ്കൂളിൽ കൊണ്ടുപോയി വിടാൻ പോകുന്നതാണ്. മഞ്ഞ് പെയ്ത് കിടക്കുന്നതുകൊണ്ട് അവർക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര ഉത്സാഹമാണ്. പിള്ളേരുടെ കൂടെ പോയിട്ട് ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ പോയിട്ട് സ്നോയിൽ കളിക്കാമല്ലോ, അതിൻ്റെ ഉത്സാഹമാണ് കേട്ടോ. ഓടണ്ടെന്ന് പറഞ്ഞിട്ട് അവർ ഓടിപ്പോവാണ്. തലേദിവസം കിടന്നത് ലേറ്റായി, സ്നോയൊക്കെ വരാൻ പോയി. രാത്രി തന്നെ ഞാനൊന്ന് വീഡിയോ എടുക്കാൻ ഡോറ് തുറന്നപ്പോഴത്തേക്കും അവർ ഓടി പുറത്തിറങ്ങി. പിന്നെ രാവിലെ നേരത്തെ വിളിച്ചേൽപ്പിക്കണേ അമ്മയെന്നും പറഞ്ഞിട്ടാണ് കിടന്ന് ഉറങ്ങിയത്. എന്തായാലും സ്കൂളിലേക്ക് പോകുമ്പോൾ അവർ പെട്ടെന്ന് പോകും, സ്കൂളിലെത്തി ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാമല്ലോ. പക്ഷേ തിരിച്ചു വരുമ്പോഴാണ് പണിയ. തിരിച്ചു വരുമ്പം വീട്ടിൽ കയറില്ല, കയറ്റാൻ നല്ല പണിയാണ്. അങ്ങനെ സ്കൂളിൽ കൊണ്ടുപോയി വിട്ടിട്ട് ഞാൻ തിരിച്ചു വരുവാണ് കേട്ടോ. വരുന്ന വഴിക്ക് കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് തന്നെ ഇവിടെ ഇതിലും കൂടുതൽ സ്നോ പെയ്ത് കിടപ്പുണ്ട് കേട്ടോ. കുറേ മഴ പെയ്ത് പോയി എങ്കിലും നല്ല കട്ടി തന്നെ ഇതിലും നന്നായിട്ട് സ്നോ ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ അതും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. ഇത് നല്ല കട്ടിക്ക് തന്നെ സ്നോ കിടപ്പുണ്ട്. പക്ഷേ ഇത് കുറേ മഴ പെയ്ത് നനഞ്ഞ് പോയതാണ് കേട്ടോ. ഇതിലും കൂടുതലുണ്ടായിരുന്നു. മരത്തേലൊക്കെ സ്നോ ആണെങ്കിലും മഴ പെയ്തപ്പോൾ പോയി. ഈ സമയത്ത് സ്നോയിൽ കൂടെ നടക്കുമ്പോഴാണ് ഏറ്റവും സൂക്ഷിക്കേണ്ടത്. നമ്മൾ പേടിക്കണം, തെന്നി വീഴാൻ നല്ല ചാൻസ് ഉണ്ട്. മഴ പെയ്തിട്ട് അടിയിൽ വെള്ളം കൂടി ഉണ്ടാവും, അപ്പോഴാണ് നമ്മൾ വീഴാനുള്ള ചാൻസ് കൂടുതൽ. ഈ സ്നോ ഒരുമാതിരി പെട്ടെന്നായിപ്പോയി കേട്ടോ. മഴയൊക്കെ ഉണ്ടായിരുന്നു, നവംബറൊക്കെ ആയി ഇപ്പോൾ കാര്യം പറഞ്ഞെന്നാൽ. എങ്കിലും നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത്രയ്ക്ക് തണുപ്പ് ഫീൽ ചെയ്യുന്നില്ലായിരുന്നു കേട്ടോ. മുൻ വർഷങ്ങളിലൊക്കെ ആണെങ്കിൽ ഒക്ടോബറിൽ നമുക്ക് തണുക്കാൻ തുടങ്ങും. പക്ഷേ ഈ വർഷം ഇച്ചിരി തണുപ്പൊക്കെ കുറവായിരുന്നു കേട്ടോ. എന്നാലും സ്നോ പെട്ടെന്നായി. അപ്പോഴത്തേക്കും പെട്ടെന്നുള്ള തണുപ്പും ഇതെല്ലാം ആയപ്പോഴത്തേക്കും നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പിള്ളേർക്കാണെങ്കിലും ജലദോഷമൊക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പെട്ടെന്ന് വെതർ ചേഞ്ച് ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് അസുഖങ്ങൾ ചാടിപ്പിടിക്കുന്നത്. പിന്നെ അവർക്ക് അസുഖങ്ങൾ ചാടി പിടിച്ചില്ലെങ്കിലും അത്ഭുതമുള്ളൂ. അവരെങ്ങനെയാണെന്ന് ചോദിച്ചെന്നാൽ സ്നോ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവരെ വീട്ടിലേക്ക് കയറ്റാൻ ഇച്ചിരി പണിയാണ്. സ്കൂളിൽ പോകുമ്പോൾ അങ്ങോട്ട് പോകുമ്പം ഓടിപ്പൊക്കോളും, ബെല്ലടിക്കുമല്ലോ, സമയം പോകുമല്ലോ. പിന്നെ അങ്ങനെയുള്ളൊരു ചിന്ത ഉള്ളത് കൊണ്ട് അവർ പെട്ടെന്ന് പൊക്കോളും. തിരിച്ചു വരുമ്പോൾ വീട്ടിലേക്കല്ലേ വരുന്നത്, ഇച്ചിരി സമയം എടുത്താലും കുഴപ്പമില്ല എന്നുള്ള മട്ടിൽ ഫുള്ള് സ്നോ ബോൾ ഫൈറ്റും ഇതെല്ലാം ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് വീടിൻ്റെ വാതിക്കലാണെങ്കിലും ഒരു കളിയും കഴിഞ്ഞിട്ട് കയറുള്ളൂ. അടിപൊളി മഴയും സ്നോയും കൂടിയാണ്, നല്ല തണുപ്പാണ്. ഇന്നലെ രാത്രി തുടങ്ങിയതാണ് കേട്ടോ സ്നോ പെയ്യാൻ. നവംബർ ആയപ്പോഴത്തേക്കും തന്നെ സ്നോ ആയി. നവംബർ സാധാരണ പെയ്യാറുണ്ട് കേട്ടോ. സ്നോയും മഴയും എല്ലാം കൂടി എന്താ വണ്ടിയുടെ ഗ്ലാസ്സൊക്കെ കവർ ചെയ്ത് തന്നെ സ്നോ പൊതിഞ്ഞ് നിൽക്കുകയാണ്. ഈ റോഡുകളിൽ കൂടെ ചെളി, ഇപ്പം ആദ്യം പെയ്ത സ്നോ അല്ലേ, അപ്പം ഇങ്ങനെ ചെളി ഉണ്ടാവും വണ്ടിയൊക്കെ പോകുമ്പോൾ. ഇവിടെ ക്രിസ്മസിൻ്റെ ലൈറ്റിങ്സ് ഒക്കെ ഇട്ട് കേട്ടോ. എന്താ കടന്ന് വരുന്ന വഴിക്ക് കണ്ടിട്ടുണ്ട്. പിള്ളേരെ സ്കൂളിൽ വിട്ടിട്ട് വരുന്നതാ. അപ്പം ചുമ്മാ ഒരു വീഡിയോ എടുത്തിട്ടേക്കാൻ നോക്കി. ഇന്നലെ എടുത്തിട്ട് രാത്രിയിലല്ലേ സ്നോ പെയ്തുകൊണ്ടിരുന്നപ്പോൾ നേരം സ്നോ പെയ്യാൻ തുടങ്ങി കേട്ടോ.
പണിയുന്ന കൂടെയൊക്കെ മുകളിലേക്ക് സാധനങ്ങളൊക്കെ ഇടാനും ഒക്കെ ആയിട്ടുള്ളൊരു സാധനമുണ്ട്. വീട്ടിലെന്തോ സൂക്ഷിപ്പിക്കാനും വേണ്ട, അപ്പോൾ അവരങ്ങനെ വെച്ചിരിക്കുന്നത്. പാവം ചെയ്യുമ്പോൾ തണുത്ത് വരച്ച് പോവാട്ട. പക്ഷികൾക്കൊക്കെ സ്നോ പെയ്ത് കഴിയുമ്പോഴത്തേക്കും തീറ്റ ഒന്നും ഇല്ല കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് ഫുഡൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാറുണ്ട്. നമ്മൾ സമ്മറിലാണെങ്കിൽ ഇങ്ങനെ ഫുഡ് കൊടുക്കുന്നു കേട്ടോ പക്ഷികൾക്ക്. ശരിക്കും വിൻ്ററിലാണ് നമ്മൾ പക്ഷികൾക്ക് ഫുഡൊക്കെ വെച്ച് കൊടുക്കേണ്ടത്. ആ സമയത്താണ് അവർക്ക് ഒട്ടും ഫുഡൊക്കെ കിട്ടാത്ത സമയം. അങ്ങനെ വീടിൻ്റെ മുറ്റം ഫുള്ള് സ്നോ പെയ്ത് കിടക്കണം. ഈ വീടും അതുപോലെ പണിയുന്നതാണ്. പണിയുമ്പോൾ കണ്ട അവർ പണിയാനുള്ള കയറി നിൽക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചേക്കും. പിന്നെ സാധനങ്ങളൊക്കെ ഇടുകയും ഒക്കെ ചെയ്യുന്ന താഴേക്ക് ഇടുന്നത് ഇങ്ങനെയാണ്, ഇതിൽ കൂടെയാണ്. എന്തോ നല്ല കട്ടിക്ക് സ്നോ പെയ്യുന്നുണ്ട് കേട്ടോ. സ്നോ ഫ്ലേക്സ് അല്ല, ഇത് ഹെയിൽ സ്റ്റോൺ ആയിരിക്കാം. ഹെയിൽ സ്റ്റോൺ ആയിരിക്കും കേട്ടോ. ഹെയിൽ സ്റ്റോൺ ഇല്ലേ, നല്ല കട്ടിയായിട്ടാണ് പെയ്യുന്നത്. കണ്ടോ, നന്നായി നല്ല റൗണ്ട് ഷേപ്പിൽ നന്നായിട്ട് പെയ്യുന്നുണ്ട്. നോക്കിയേ, കയ്യിലേക്ക് വന്ന് വീഴുന്നത്. ഇത് നനഞ്ഞും കൂടിയാണ്, അപ്പം മഴയും കൂടി ഉണ്ട്. അതാണ് ഇത്ര ഇരുണ്ട് നിൽക്കുന്നത്. നമുക്ക് നന്നായിട്ട് ഇരുണ്ടാണ് നിൽക്കുന്നത്. ഇപ്പോഴും നല്ല കട്ടി തന്നെ സ്നോ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കുറേ കൂടെ കഴിഞ്ഞപ്പം മറ്റേ ആദ്യം വീണ പോലെയല്ല, നല്ല കട്ടിയിൽ സ്നോ ഫ്ലേക്സ് തന്നെയാണ്. ആദ്യം കണ്ട പോലെയല്ല, കുറച്ചും കൂടെ കെട്ടിയായില്ലേ നല്ല.